ഇത് നമുക്ക് വെള്ളയപ്പത്തിന്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി തിന്നാൻ ഉപയോഗിക്കാം, അങ്ങനെ ഈസി ഉപയോഗിക്കാം. നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഒരു പ്രത്യേക ഒരു മസാലയാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പോണത്. അത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് അമ്മയാണ്. പ്രിപ്പറേഷൻ അമ്മയും വൈഫും കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. നമ്മൾ ഉദ്ദേശം ഒരു 15 അല്ലെങ്കിൽ 20 ചക്കക്കുരുവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ചുവന്നുള്ളി നമ്മൾ ഉദ്ദേശം ഒരു 10 എടുത്തിട്ടുണ്ട്. അത് നന്നായി ചെറുതായിട്ട് ഇങ്ങനെ 2 കഷ്ണമായിട്ട് നമ്മൾ അരിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ അത് കൂടാണ് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, അതിന് നല്ലവണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഏലക്കായ ഉണ്ട്, കറുവാപ്പട്ടി ഉണ്ട്, പിന്നെ അതേപോലെ ഒരു 2 ഗ്രാമ്പുണ്ട്, പിന്നെ ഒരു സ്പൂൺ കുരുമുളക് കേട്ടോ, പൊടിയല്ല കുരുമുളക്, പിന്നെ ഒരു 4 മുളക് നമ്മൾ ഇങ്ങനെ നടുവേ കീറിയിട്ടുള്ള ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്കിൽ വേണ്ടത്. പിന്നെ അത് കൂടാണ്ട് നമുക്കിതിൽ തേങ്ങാപ്പാൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ 1-ാം പാൽ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് നമ്മൾ ഒരു സ്റ്റൂ ആണ്. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. നമുക്ക് ചക്കക്കുരു കൊണ്ടുള്ള സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്, സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ ഇട്ട് തുടങ്ങാം. എണ്ണ ചൂടതിന് ശേഷം നമ്മൾ ആദ്യം അതിൽ കറുവാപ്പട്ടി ഇടുക. കറുവാപ്പട്ടി ഇട്ടിട്ടുണ്ട്. കറുവാപ്പട്ട കൂടാണ്ട് നമുക്ക് ഇനി ഇടേണ്ടത് ഈ പറഞ്ഞ ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഏലക്കായ ഉണ്ട്, ആ ഏലക്കായ ഇടുക. അടുത്ത് നമുക്ക് അതിൽ ഇഞ്ചി ഇടാം. ഇഞ്ചി നമ്മളത് നല്ലോണം എണ്ണയിലൊന്ന് നല്ലോണം ചൂടാക്കുക. തീ ചെറുതാക്കി ഇടണം, തീ ചെറുതാക്കി ഇടണം. അതിനുശേഷം നമ്മൾ ഒരു 4 പച്ചമുളക്, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, 4 പച്ചമുളക് ഇടുക. ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇടുക. കുരുമുളക് പൊടി ഇടരുത്, കുരുമുളക് ഒരു സ്പൂൺ. പിന്നെ നമുക്ക് വൈകിട്ട് സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാവുന്നൊരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ഇതിന് മെയിനായിട്ടുള്ള ഐറ്റം ചക്കക്കുരുവാണ്. ചക്കക്കുരു തൊലി കളഞ്ഞ് എടുത്തിട്ട് ആണ് നമ്മളിത് ചെയ്യണത്. പ്ലസ് വേണമെങ്കിൽ ഒരു ക്യാരറ്റ് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ചുവന്നുള്ളിയാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. ഇതിൻ്റെ കൂടെ നല്ലോണം മുരിച്ചെടുക്കുക. ഈ പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുള്ളി, അതായത് ചുവന്നുള്ളി ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്, അത് നമ്മളിലേക്ക് ഇടുക. നമ്മൾ മൂടി വയ്ക്കരുത്, ചെറുതീയിൽ വേണം ചെയ്യാനായിട്ട്. അതായത് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ ആവശ്യത്തിനുള്ള എണ്ണ നമ്മളതിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളി ഏകദേശം റെഡി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പില നമ്മളതിൽ ചേർക്കണം കേട്ടോ. വേപ്പിൻ്റെ ഇല നമ്മൾ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക, എല്ലാം കൂടി ഒന്ന് കറക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തിടാൻ പോകുന്നത് ക്യാരറ്റാണ് ഇടാൻ പോകുന്നത്. നമ്മൾ നുറുക്കി അരിഞ്ഞ് വെച്ചിട്ട് ക്യാരറ്റ് നമ്മൾ ഇതേപോലെ ഇടുക. ഒരു ക്യാരറ്റ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ക്യാരറ്റും വേപ്പിലയും പിന്നെ നമുക്ക് ഇനി അവസാനം നമുക്ക് ചക്കക്കുരു കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റാക്കാം. ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരുവാണ് നമ്മൾ ഇടുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് ചേർക്കുക. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള 2-ാം പാലുണ്ട്, 2-ാം തേങ്ങാപ്പാലുണ്ട്, അത് നമ്മളതിലേക്ക് ഒഴിക്കണം. ഇത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ആ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചക്കക്കുരു വെന്ത് കിട്ടാനുള്ള ആ വെള്ളം ചേർക്കുക. സാധാരണ ചേർക്കണം, വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളതിലിടുക. അങ്ങനെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലാം മിക്സ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ കുക്കർ മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ചക്കക്കുരു വെന്ത് വരാനുള്ള ടൈം നമ്മൾ നോക്കുക. അതിന് ശേഷം നമുക്ക് അടുത്ത 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട് നമുക്ക് നോക്കാം. ചക്കക്കുരു സ്റ്റൂ ശരിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ 1-ാം പാൽ എനിക്ക് ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതീയിലൊന്ന് തിളപ്പിക്കരുത്, ചെറുതീയിലൊന്ന് ചൂടാക്കാം. അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായി. അപ്പോൾ എല്ലായിടത്തേക്കും അത് മിക്സ് ആവും. നമ്മുടെ ഐറ്റം, അതായത് ചക്കക്കുരുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇനി നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അതെല്ലാം സെറ്റായിട്ട് ഇനി ടേസ്റ്റൊക്കെ നോക്കണത് ആൽഫ്രഡും അമ്മയും കൂട്ടിയാണ് നോക്കണേ. അന്നെടുത്തോ ആൽഫ്രഡെ. സ്ഥിരമായിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണ ആൽഫ്രഡാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും അമ്മ വന്നിട്ടുണ്ട്, അമ്മയുടെ ഈ ചക്കക്കുരു കൊണ്ടൊക്കെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കി തരണത്.
കഴിച്ചോക്ക്. അതെ, എന്തിന്റെ പണം പറയുന്നത്? ഇറച്ചിയുടെ പണം വരുന്നില്ല. മസാല അത്രയും ഗ്രാൻഡ് അതിന്റെ പോലെ. എങ്ങനെയുണ്ടാവും ചെയ്യാ? നല്ല ടേസ്റ്റായി. നോക്കണ്ട, എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടാ? അതല്ലേ നമ്മളൊന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നമ്മൾ കഴിച്ചു നോക്കി. വെറൈറ്റി ആയിട്ടാണ്, ഒന്ന് വലിയ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചക്ക കുരു കൊണ്ടുള്ള സ്റ്റൂ ആണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെള്ളപ്പത്തിന്റെ കൂടിയ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ ഒരു ഡിഷായിട്ട് അല്ലെങ്കിൽ ഒരു കറി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വെറൈറ്റി ആയിട്ടാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞെക്കി പൊട്ടിക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ അതിന്റെ മുകളിൽ ഒരു ഓൾ എന്ന് പറഞ്ഞത് കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.